ഞാൻ സുബിൻ VR. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമാണ്. പല ആളുകൾക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. മലയാളത്തിലെ ഫിനാൻസ് സെക്ടറിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചാനലായിട്ടുള്ള റുപ്പീമങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നത്. റുപ്പീമങ്കിന്റെ പ്രൊമോട്ടറും എന്റെ സുഹൃത്തുമായിട്ടുള്ള ശ്രീ സുബീഷുമായി ചേർന്നാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. റുപ്പീമങ്ക് ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നത്, കൂടുതൽ ആൾക്കാരും നമ്മളുടെ ചാനലുകൾ വാച്ച് ചെയ്യുന്ന ആൾക്കാര് കൂടുതലും ഷെയർ ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ട് ട്രേഡിങ്ങും ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഉള്ള ടാക്സേഷനും അതിനുള്ള എക്സെംഷനും അത് നടത്തിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മുടെ CA സുബിൻ നമ്മളുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിനോട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഷെയർ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ലാസ്റ്റ് 2 ഇയേഴ്സ് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാർ ഷെയർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഷെയർ ട്രേഡ് മാത്രമല്ല, ഡേ ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും സാലറീഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ ഷെയർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഇൻകം ടാക്സിന്റെ ഫോം ഉണ്ടല്ലോ, അത് വേറെയാണ്. അപ്പോ സാലറിഡ് ആയിട്ടുള്ള ഒരാൾ ഷെയർ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആൾക്ക് സാലറി മാത്രമുള്ള ഒന്നുണ്ടെങ്കിൽ ITR 1 എന്നുള്ള ഫോമാണ് ചെയ്യുന്നത്. പക്ഷെ ഷെയർ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ITR 2 ആയിട്ട് മാറും, ചിലപ്പോൾ 3 ആയിട്ട് മാറും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് വിചാരിക്കും. ഒരാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അതായത് ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അപ്പൊ അതിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ITR 2 എന്നുള്ള ഫോമാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇനി അതല്ല, ഒരാൾ ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്, അപ്പൊ ചിലപ്പോൾ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്, ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് ശരിക്കും ഒരു ബിസിനസ് ചെയ്യാൻ തന്നെയാണ് പറയുക. ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ചെയ്യുന്നത് ബിസിനസ് തന്നെയാണ്. അപ്പൊ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഫോം പറഞ്ഞാൽ ITR 3 ആണ്. അപ്പൊ നേരത്തെ നമ്മളൊരു ടാക്സ് ഓഡിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അത് വരെ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണ്, സാലറീഡ് ആയിട്ടുള്ള ഒരാളാണ്, ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട ഒരു ലിമിറ്റിലേക്ക് വരെ ചിലപ്പോൾ ടോട്ടൽ ടേൺ ഓവർ ഒരു കോടിയിൽ അതൊക്കെ സിമ്പിൾ ആയിട്ട് വരാനും സാധ്യതയില്ല. ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഹെവി ടേൺ ഓവറിലേക്ക് എത്താറുണ്ട്. ടേൺ ഓവർ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാന്നുള്ളത്, ടേൺ ഓവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് ഒരു എക്സ്പേർട്ടിന് മാത്രമേ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട്. 10 crore മേലെ ടേൺ ഓവർ പോവാണെന്നുണ്ടെങ്കിൽ അപ് ടു 10 crore വരെ എക്സംപ്റ്റഡ് ആണ്. പക്ഷെ ചില കേസിലൊക്കെ 10 crore ടേൺ ഓവർ പോവാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ എന്ത് തന്നെയായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 26 AS അല്ലെങ്കിൽ AS ഇതെല്ലാം ഫ്ലാഗ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ITR 3 തന്നെ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ITR 1 നമ്മുടെ സാലറിയാണ്. പല ആളുകളും ഷെയർ ട്രേഡ് ചെയ്യുന്ന കാര്യമൊന്നും ചിലപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്തെ ഓർക്ക പോലും ചെയ്യാം. അപ്പൊ ഇതൊക്കെ നോട്ടീസ് വരുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് എന്താ കഥ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ITR 3 തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇവർക്ക് ഒന്നുകിൽ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലോസ് സംഭവിക്കാം. ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് സംഭവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നത്, അതായത് ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്കും അവർക്കും ലോസ് സംഭവിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത 8 വർഷം വരെ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് 10 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ കൃത്യസമയത്ത്, നമ്മൾ മുൻപ് ഒരു ഡ്യൂ ഡേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജൂലൈ 31 ഡ്യൂ ഡേറ്റ്. അപ്പൊ ജൂലൈ 31 മുൻപ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ അടുത്ത 8 വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ വർഷം നഷ്ടം വന്നിട്ടുള്ളത് നിങ്ങൾ കൃത്യസമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് അത്രയും എമൗണ്ട് ലാഭം വന്നാലും അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതായത് ഈ വർഷം 10 ലക്ഷം രൂപ നഷ്ടം വന്നു, നമ്മൾ കൃത്യസമയത്ത് റിട്ടേൺ ഫയൽ ചെയ്തു. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം 10 ലക്ഷം രൂപ ലാഭം വന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് ടാക്സ് അടയ്ക്കണ്ട. നിങ്ങൾ കൃത്യസമയത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ വർഷത്തെ നഷ്ടം പോയി, അടുത്ത വർഷം ടാക്സ് അടയ്ക്കാൻ വേണ്ടി. അപ്പൊ ഈ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൃത്യസമയത്ത് തന്നെ റിട്ടേൺ ഫയൽ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഷെയർ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, ഷെയർ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ടും ഫയൽ ചെയ്തു. അതായത് എല്ലാ ട്രാൻസാക്ഷനും മുകളിൽ ഒരാളുണ്ട് കാണാൻ എന്നുള്ള പോലെ തന്നെ എല്ലാ ട്രാൻസാക്ഷനും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ സാധാരണഗതിയിൽ നിങ്ങൾക്ക് 100 രൂപ ലാഭം ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് ഭാവിയിൽ പൊന്തി വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഫയൽ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഫോമിൽ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ITR 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമാണ്. അതായത്
ബേസിക് ആയിട്ടുള്ള സാലറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എമൗണ്ട് മാത്രം ഇൻകം ഉള്ള ആളുകൾക്കുള്ള ഫോമാണ്. അത് ഒരിക്കലും ഷെയർ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് പറ്റുന്ന ഫോമേ അല്ല, മനസ്സിലായില്ലേ? അതില് ഈ കാര്യങ്ങൾ കൊടുക്കാനും പറ്റില്ല. അതിന് ഫോം 2 അല്ലെങ്കിൽ ITR 2 അത് ആവുമ്പോ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങളൊരു ബിസിനസ് രീതിയിൽ ചെയ്യുന്ന ആളാണ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ ഓപ്ഷൻസ് ചെയ്യല്ലേ ഉള്ളൂ, അത് ബിസിനസ് ആയിട്ടൊന്നുമല്ല. ശരിക്ക് ഇൻകം ടാക്സ് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് എന്നാണ് നിങ്ങളെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഫോം 3 തന്നെ നിങ്ങൾ ഫയൽ ചെയ്യണം ശരിക്കും. പിന്നെ അതിന്റെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രാൻസാക്ഷൻ വളരെയധികം അളവിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും വേണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ITR 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 2ഉം 3യും ഒക്കെ ഫയൽ ചെയ്യുന്നതിന് ഒരു എക്സ്പേർട്ടിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലിപ്പോ ഇത് തെറ്റായിട്ട് ഫയൽ ചെയ്താൽ എന്താ സംഭവിക്കുക? തെറ്റായിട്ട് ഫയൽ ചെയ്തല്ലേ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാള് ITR 1 ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസ് AIS അല്ലെങ്കിൽ 26 അവൈലബിൾ ആണ്. അപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ നോട്ടീസ് അയക്കും. കാരണം ഈ ഒരു വരുമാനം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പലപ്പോഴും ഡിവിഡൻഡ് ഇൻകം ഒക്കെ കിട്ടും. ഇതൊക്കെ നമ്മളിപ്പോ സെറോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ലാസ്റ്റ് ഷീറ്റിൽ കൺസോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിവിഡൻഡ് കിട്ടി എന്നൊക്കെ അറിയാൻ പറ്റും. പല ആളുകളും ഈ ഡിവിഡൻഡ് ഒന്നും നമ്മുടെ വരുമാനമായിട്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാനില്ല, അവർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. അപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പക്ഷേ അറിയാം ഇയാൾക്ക് ഇത്ര ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്, ലാഭം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇത് കാണിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട്, അതായത് നിങ്ങളെല്ലാ ഇൻകവും കാണിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇൻകം ടാക്സിന് നോട്ടീസ് വരും. അപ്പൊ നമ്മൾ ഒന്നുകിൽ നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റിട്ടേൺ റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിനെക്കാട്ടും ഭേദം ആദ്യമേ തന്നെ ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫോമില് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനിപ്പോ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോ സാലറീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം 16, അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ 26 AS ഒക്കെ ഉപയോഗിച്ച് അതിന്റെ ഡേറ്റ ഈ 3 ഫോമിലല്ലാതെ വേറെ ഡേറ്റ ഉണ്ടോ? ഇല്ല. നമുക്ക് ഇൻകം ടാക്സിന്റെ ലോഗിനിൽ 26 AS അല്ലെങ്കിൽ കംപ്ലൈൻസ് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അപ്പൊ ഇത് 3ആണ് നമ്മൾ ബേസിക്കലി നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ മെയിൻലി വരുന്നത് 26 ASലും AISലാണ്. കംപ്ലൈൻസ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കംപ്ലൈൻസ് നോട്ടീസ് അയക്കാം. അപ്പൊ ഈ ബേസിക്കലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ 2 കാര്യങ്ങൾ AISും 26 ASും നോക്കാം. അതിലുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്താ കറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലേ എന്ന് നമ്മൾ നോക്കിയിട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്കുകളെ പോലെ തന്നെയാണോ മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യവും? മ്യൂച്വൽ ഫണ്ടുകളും സെയിം തന്നെയാണ്. പക്ഷേ ട്രേഡിംഗ് സെയിം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ഗെയിനും. അതായത് നിങ്ങൾ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ലോങ് ടൈം ആയിട്ട്, അല്ലെങ്കിൽ 12 മാസത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ ഇപ്പൊ ഇൻട്രാഡേ എന്നുള്ള ഒരു ഓപ്ഷൻ വർക്ക്ഔട്ട് ആവില്ല. ബാക്കി ഇപ്പൊ സാധാരണ ക്യാപിറ്റൽ ഗെയിൻ വരുന്ന കാര്യം മ്യൂച്വൽ ഫണ്ടുകൾക്കും സ്റ്റോക്കുകൾക്കും സെയിം തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് SIP ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് രണ്ടും വരാനായിട്ട്, അതായത് ഒരു വർഷത്തിൽ കൂടുതലുള്ള കുറെ യൂണിറ്റുകൾ അതാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യും, അതിൽ കുറവാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിന്റെ എല്ലാ ഇൻഫർമേഷൻ AISൽ ഉണ്ടാവുമോ അതോ അതാത് സ്ഥലങ്ങളിൽ പോയിട്ട് എടുക്കണം? അല്ല, അതിൽ AISൽ ഉണ്ടാവുന്നത് ഇതിന്റെ ഒരു ഐസ്ബർഗിന്റെ ഒരു ടോപ്പ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇത്ര ട്രാൻസാക്ഷൻസ് നമ്മൾ വിറ്റിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി ആണെങ്കിൽ AISൽ ഉണ്ടാവില്ല. അതിപ്പോ നിങ്ങളുടെ ബ്രോക്കറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ AIS നോക്കി അറിയാൻ പറ്റും. നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോ നിങ്ങൾ സാധാരണ ഷെയർ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയർ ബ്രോക്കറുടെ ബാക്ക് എൻഡ് റിപ്പോർട്ടിൽ ഈ ടാക്സ് ഫയലിംഗിന്റെ റിപ്പോർട്ടുകൾ വളരെ ഈസി ആയിട്ട് ഒരു റിപ്പോർട്ട് രൂപത്തിലാണെങ്കിൽ കൺസോളിൽ വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ്. അതേപോലെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് അതാത് മ്യൂച്വൽ ഫണ്ടുകളുടെ സൈറ്റുകളിൽ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാംസ്, കാർബിയുടെ ഒക്കെ സൈറ്റുകളിൽ ഈ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലെയും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള TDS ക്യാപിറ്റൽ ഗെയിൻ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ച് കൊണ്ടുവരണം അല്ലെ. അതായത് നമുക്കുള്ള ഇൻകത്തില് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻകവും ഈ ബിസിനസ് പരമായിട്ടുള്ള ഇൻകവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും ക്രോഡീകരിക്കുക. അതുപോലെ മറ്റുള്ള ചെലവുകള്, അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ,
ടാക്സ് എക്സംഷൻ കിട്ടുന്ന കാര്യങ്ങളും ക്രോഡീകരിക്കുക. ഈ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. അപ്പോൾ ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ആക്യുറസിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോ ഈവൻ ഒരു 100 രൂപ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിവിഡൻഡ് ഇൻകം ഉണ്ട്, ചിലപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 50 രൂപ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മളത് കാണിക്കാൻ വിട്ടുപോയാൽ അത് ചിലപ്പോൾ ഒരു നോട്ടീസ് കാണിച്ചില്ല. അപ്പോ ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മളുടെ അറിവിലുള്ള എല്ലാ ഡേറ്റയും ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിനെ ഈ AIS-ഉം 26 AIS-ഉമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. എന്നിട്ട് ഈ ഡേറ്റ നമ്മൾ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ കണ്ടുപിടിച്ച് അതും കൂടെ കൊടുത്താലാണ് ഇതെല്ലാം ക്ലിയർ ആവുള്ളൂ. അപ്പൊ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. ചിലർക്ക് അത് എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടും പറ്റും. പിന്നെ ഷെയർ ട്രേഡിംഗിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്ത ആളുകൾക്ക് ഇവർ നമ്മൾ ബിസിനസ്, അതായത് ഇതെല്ലാം ഇൻകം ടാക്സിന്റെ ആംഗിളിൽ ഒരു ബിസിനസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഇവർക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വൈസറി സർവീസ് എടുക്കാണ്, ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ഒക്കെ നമ്മളിപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ടിപ്സുകളൊക്കെ ചിലപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിപ്രീസിയേഷൻ, അതായത് അവർക്ക് ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓഫീസ് സെറ്റപ്പിന് വരുന്ന എക്സ്പെൻസസ് ഉണ്ടല്ലോ, കാരണം ഇതൊരു ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും അവർക്ക് കുറയ്ക്കാനായിട്ട്. പക്ഷെ നേരെ അപ്പുറത്തെ സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. ക്യാപിറ്റൽ ഗെയിന്റെ കേസിൽ അത് പറ്റില്ല. അത് എത്രയാണോ വാങ്ങിയ വില അത് മാത്രം, അല്ലെങ്കിൽ ബ്രോക്കറേജ് അങ്ങനത്തെ കാര്യങ്ങളെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് അത് ഈ ഇൻട്രാഡേക്കും ഓപ്ഷൻസിനും ഫ്യൂച്ചേഴ്സിനും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ ഇതാണ്. അത് നമ്മൾ ബിസിനസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബിസിനസ് ആകുമ്പോൾ ഇൻകം മാത്രം പോരല്ല, അതിന് എക്സ്പെൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻസിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് നിയമപരമായിട്ട് തന്നെ കുറയ്ക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പോൾ സുബിൻ പറഞ്ഞത്. അതായത് നമ്മൾ ആ കാര്യം നടത്തുന്നതിനായിട്ട്, അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അതിന്റെ ഒരു അഡ്വൈസറി സർവീസ് മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു AC ഫിറ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസുകൾ നമ്മൾക്ക് നമ്മളുടെ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അതില് ബോഗസ് ആയിട്ടല്ല, കറക്റ്റ് ആയിട്ട് സത്യസന്ധമാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ സീരീസിൽ തുടർച്ചയായിട്ട് നമ്മൾ പറയുന്ന പോലെ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തുക. ഇത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു 1000 രൂപ സേവ് ചെയ്യുന്നതിന് ചിലപ്പോൾ 10000 രൂപ നഷ്ടം നമ്മൾ ആ സമയത്ത് സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇപ്പൊ എന്റെ തന്നെ ഓഫീസിൽ ഒരാളുണ്ടായിരുന്നു പണ്ട്. ആള് 1 വർഷം ഒരു LIC പോളിസി എടുത്തു. ആ 1 വർഷം മാത്രമേ ആൾ അടച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഫോം 16 പ്രോസസ് ചെയ്യുന്നതിനായിട്ട് ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും പിന്നെയുള്ള എല്ലാ വർഷവും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഡേറ്റ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവസാനം എന്താ ഉണ്ടായിരുന്ന ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോ ഇത് സ്ക്രൂട്ടിനിയിലേക്ക് വന്നപ്പോ ആള് ബുദ്ധിമുട്ടില്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അത് സ്ക്രൂട്ടിനി ചെയ്യുന്നത് ചെറിയൊരു ശതമാനം സ്ക്രൂട്ടിനി ചെയ്യുള്ളൂ അല്ലെ. പക്ഷെ നമ്മളുടെ ടൈം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടും. അതാണ് അല്ലെ. അത് പ്രത്യേകിച്ച് ഫോം 16 ആളുകൾ എംപ്ലോയർ ഒരു ഡാറ്റ കൊടുക്കും. അപ്പൊ അതിലപ്പുറത്തുള്ള ഒരു ഡാറ്റ നമ്മൾ ജെന്വിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യും. അപ്പൊ പല ആളുകളും ചിലപ്പോൾ എംപ്ലോയറുടെ അടുത്ത് കൃത്യസമയത്ത് ചിലപ്പോൾ ഡാറ്റ കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്, നമ്മുടെ എംപ്ലോയറുടെ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ നമ്മുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അതല്ല ബോഗസ് ആയിട്ടൊക്കെ ക്ലെയിം ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പരമാവധി കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഡേറ്റ ചെയ്യുക, കൃത്യത ഉറപ്പുവരുത്തുക, അതുപോലെ അത് ടൈംലിനെസ്സും ഉറപ്പുവരുത്തുക. അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അല്ലേ. കാരണം പലപ്പോഴും ലാസ്റ്റ് മിനിറ്റിലൊന്നും ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് തന്നെ കിട്ടില്ല, ഓപ്പൺ ആവില്ല. അപ്പോൾ ജൂലൈ 31 എന്നുള്ള ലാസ്റ്റ് ഡേറ്റിലേക്ക് പോകാൻ നിൽക്കണ്ട. എനിക്ക് തോന്നുന്നു ജൂൺ 15 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ AIS 26 AIS ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്.